നിങ്ങളുടെ 20കളിലാണോ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്കൊരു 40 വയസ്സായി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളോട് ഒരു താങ്ക് യു പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ചിലപ്പോൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആയിരിക്കും. നമുക്ക് ഇതിനെ തിരുത്തി എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇൻട്രീഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. ഒരു 23 വയസ്സായപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ജോലിയൊക്കെ ലഭിച്ചു. ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സാലറി നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നു. ചിലപ്പോൾ ഒരു ബിസിനസ് ഇൻകമായിട്ടോ അല്ലെങ്കിൽ സാലറി ആയിട്ടൊക്കെ ആയിരിക്കും നമുക്കിത് ലഭിക്കുന്നത്. നമുക്ക് വളരെ സന്തോഷമായിരിക്കും. ഇതുവരെ ഇങ്ങനെ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാസവും ഇത് ലഭിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നമുക്ക് പേരൻസിന് കൊടുക്കുന്നു, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങുന്നു. ഇതെല്ലാം ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആകുന്നു. ഇങ്ങനെ ജീവിതം തുടർന്നായിരിക്കും നമുക്ക് പോകുന്നത്. പക്ഷേ ഇതിന്റെ ഇടയിൽ നമ്മുടെ വർക്കിന് പോകുന്ന ഒരു ലാപ്ടോപ്പ് കേടായി എന്ന് വിചാരിക്കുക. അങ്ങനെ കേടാകുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ബാക്കപ്പ് ആയിട്ട് നമ്മുടെ കയ്യിൽ രൂപ പോലും ഇല്ല. അതായത് പെട്ടെന്ന് എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല. ഇതാണ് നമ്മൾ സീരിയസ്ലി ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്, നോട്ട് ബിൽഡിംഗ് എമർജൻസി ഫണ്ട്. നമ്മൾ എമർജൻസി ഫണ്ടിനെ പറ്റി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതെന്നും അതുപോലെ തന്നെ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ചെറിയൊരു രൂപയിൽ നിന്ന് നമുക്ക് എമർജൻസി ഫണ്ടിലേക്കുള്ള ഒരു വലിയ എമൗണ്ട് കീപ്പ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും എമർജൻസീസ് നമ്മുടെ ജീവിതത്തിൽ വരുക, ചിലപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ, പെട്ടെന്ന് ഇൻഷുറൻസ് ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്സ്പെൻസ് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ബാക്കപ്പ് ആയിട്ട് ഒരു എമൗണ്ട് വേണം. നമ്മൾ നമ്മുടെ 20കളിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സ്മൂത്തർ ആയിട്ട് വരും. സോ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് നോട്ട് ബിൽഡിംഗ് എമർജൻസി ഫണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ, നമുക്ക് ജോലി കിട്ടിയ ഉടനെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. കാരണം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ബാക്കപ്പ് ആയിട്ട് കുറച്ച് എമൗണ്ട് ഉണ്ട്, ഒന്നിനെ അധികം പേടിക്കേണ്ടാത്ത രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ്. ഇനി നമുക്ക് കുറച്ച് പ്രായമായി എന്ന് വിചാരിക്കുക. 23, 24, 25, ഒരു 27 വയസ്സൊക്കെ നമുക്ക് അങ്ങ് കഴിഞ്ഞു. അത്രയും ഒരു ഏജ് എത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രൊമോഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു ചെറിയ ജോലിയിൽ നിന്ന് നമുക്ക് പ്രൊമോട്ടഡ് ഒരു തരക്കേടില്ലാത്തൊരു ശമ്പളത്തിലോട്ടും കാര്യങ്ങളിലോട്ടും നമ്മൾ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു 1 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും നമുക്ക് ഒരു വർഷത്തിൽ നല്ല ഒരു പേ സ്കെയിലിൽ കൂടാൻ പോകുന്നത്. അങ്ങനെ കൂടുമ്പോൾ ആ ഒരു എമൗണ്ട് മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മൾ ഇതിനെ പറയുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. നമുക്ക് കൂടുതൽ വരവ് വരുന്ന സമയത്ത് നമ്മുടെ ചെലവും അതിനനുസരിച്ച് കൂടുന്നുണ്ടാവും. ഇത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കുക, നമുക്ക് എത്ര വരവ് വരുന്നോ അതിനനുസരിച്ച് മുഴുവനായിട്ട് ചെലവ് ചെയ്യണം എന്ന് വിചാരിക്കരുത്. എന്ത് ചെയ്യാം, നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഒരു എമൗണ്ടിന്റെ ഒരു 50% നമുക്ക് നീക്കി വെക്കാനായിട്ട് പറ്റുവാണെങ്കിൽ അത് ഒരുപാട് നല്ലതാണ്. ഓവറായിട്ട് എക്സ്പെൻസ് വരുത്താതെ നമുക്ക് കുറച്ചൊരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് 50-30-20 റൂൾ. അതായത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ്. നമുക്ക് വരുന്ന വരവിനെ നമുക്ക് ഈ ഒരു രീതിയിൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് കിട്ടുന്ന സാലറിന് ഈ ഒരു പെർസെൻറ്റേജിലോട്ടാക്കി മാറ്റാം. അതായത് 50 എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സിന് വേണ്ടി, 30 എന്ന് പറയുന്നത് നമ്മുടെ വോൺസിന് വേണ്ടി, 20 എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടെ ഡിസിപ്ലിനും അടുക്കും ചിട്ടയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഫിനാൻഷ്യലി നമ്മൾ കുറച്ചുകൂടെ ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നല്ലതാണ്, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആകും, കംഫർട്ടബിൾ ആകും. പക്ഷേ കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ ഫൈനാൻസ് വൈസും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇന്ത്യൻസിൽ നമ്മൾ ഒരുപാടായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. അതായത് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിലാണ് നമ്മളിത് കൂടുതലായിട്ട് കാണുന്നത്. അതായത് കൂടുതൽ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം, അല്ലെങ്കിൽ കൂടുതൽ ഡെറ്റ്സ് എടുക്കുക. അതായത് ആവശ്യമുള്ള കടങ്ങളല്ല, അല്ലാതെ കുറെ കടങ്ങൾ വരുത്തി വെക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നോ കോസ്റ്റ് EMI എന്ന് പറയുന്ന കാര്യം അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന പോലും ഉണ്ടാകത്തില്ല. അതല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇതൊന്ന് നമ്മൾ നിർത്തുന്നത് നല്ലതാണ്. നമുക്കൊന്ന് നോക്കാം, നമുക്ക് ഈ കാര്യം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ചിലവഴിക്കുക. ആൻഡ് നമ്മുടെ വരവനുസരിച്ച് മാത്രം നമ്മൾ ചിലവഴിക്കുക. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോ കോസ്റ്റ് EMIയിൽ ചിലപ്പോൾ 2000 രൂപ മാസം അടച്ചാൽ മതി, അല്ലെങ്കിൽ ചിലയിടത്ത് നമ്മൾ കാണുന്ന 4000 രൂപ അടച്ചാൽ മതി. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ചെറിയ
ചെറിയ ചെറിയ എമൗണ്ട്സ് ആയിട്ട് തോന്നുമെങ്കിലും ഇനി ബിഗ്ഗർ പിക്ചർ നമ്മൾ എല്ലാ ലോൺസോടെ എടുത്ത് വരുമ്പോൾ നമ്മുടെ ഒരു സാലറിയുടെയോ ഇൻകത്തിൻ്റെയോ ഒരു മേജർ പാർട്ട് ഈ EMIയിലോട്ട് പോകുന്നുണ്ടാവും. സോ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമുള്ള ലോണുകൾ എടുക്കുക, നമ്മളെ വളർത്തുന്ന അതേപോലെ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ലോൺ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. നമുക്ക് ചിലപ്പോൾ സൊസൈറ്റിയൽ പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയാം. അതായത് നമ്മുടെ സെയിം ഏജിലുള്ള എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ വാങ്ങുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ ഒരു കൾച്ചർ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ചിലപ്പോൾ എല്ലാവരും വാങ്ങുന്ന കാണുമ്പോൾ നമുക്ക് വാങ്ങണമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് EMIയും കാര്യങ്ങളും എടുത്ത് വാങ്ങുന്നുണ്ടാവും. അത് നിർത്തുക. ചിലപ്പോൾ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സാലറിയുടെ ഒരു നല്ല ഭാഗമായിരിക്കും നമ്മൾ ഇതിനു വേണ്ടി EMIയിലോട്ട് കൊടുക്കുന്നത്. ഇക്കാര്യം നല്ലപോലെ ആലോചിച്ച് ബുദ്ധിപൂർവ്വമായിട്ട് നമ്മൾ പെരുമാറേണ്ടതാണ്. ഇതായിരുന്നു മൂന്നാമത്തെ കാര്യം, അതായത് ടേക്കിംഗ് ബാഡ് ഡെറ്റ്സ്. ഇനി പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് മെച്ചപ്പെടും. അതായത് നമ്മളിപ്പോൾ റിട്ടയർമെന്റ് സമയത്തേക്കായാലും അല്ലെങ്കിൽ ഭാവിയിലേക്കായാലും എന്തുകൊണ്ടായാലും ഒരുപാട് ബെനിഫിറ്റ്സ് തരാൻ പോകുന്ന കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതായത് നോട്ട് ഇൻവെസ്റ്റിംഗ് ഏർലി. നിങ്ങളിപ്പോൾ ഒരു 20s ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോഴേ ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ട കാര്യമില്ല, യു ഓൺലി ലീവ് വൺസ്, നമ്മൾ ഇപ്പോഴേ ജീവിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എന്തിനാ ഇത്രയൊക്കെ സേവ് ചെയ്യുന്നത്, ഞാൻ എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, ഇനി എത്ര ജീവിതം മുന്നോട്ട് കിടക്കുന്നു എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ വിചാരിക്കാതെ നമ്മൾ 25-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ അതിൻ്റെതായ ഗുണം നമുക്കുണ്ടാവും. അതായത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം നമ്മൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ കുറേ കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ 25-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി 5000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഏകദേശം 60 വയസ്സ് വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതിനിടയ്ക്ക് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഏകദേശം 12% അദ്ദേഹത്തിന് റിട്ടേൺസും കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അദ്ദേഹത്തിന് 60-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഏകദേശം 2.7 crore rupees ആയിരിക്കും. അതായത് ഏകദേശം 35 കൊല്ലത്തോളം നിർത്താതെ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതാണ് 2.7 crore. ഇനി രണ്ടാമത്തെ ആള് 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ആള് 5,000 രൂപ വെച്ച്, രണ്ടാമത്തെ ആള് 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന് 35-ാമത്തെ വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഒരു റിട്ടയർമെന്റ് ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ ഏകദേശം നമുക്ക് ഇവിടെ 25 കൊല്ലത്തെ ഒരു കാലാവധി കിട്ടുന്നുണ്ട്. ആദ്യത്തെ ആള് ചെയ്തതിന്റെ ഇരട്ടി തുകയാണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ 25 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് വെറും 1.7 crore rupees മാത്രമാണ്. അത് ആദ്യത്തെ ആളെക്കാട്ടിലും ഇരട്ടി രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ പോലും രണ്ടാമത്തെ ആളുടെ കയ്യിൽ കുറവ് പൈസയാണ് ഉള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. ദ ടൈം എഫക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഒരുപാട് കാലം നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കുകയാണെങ്കിൽ, അതായത് ചെറിയ തുകയാണെങ്കിൽ പോലും ആ ഒരു ടൈം വാല്യൂ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഏർലി 20s നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല റിട്ടേൺസ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എമർജൻസി ഫണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടി ഒരു എമർജൻസി ഫണ്ട് നമ്മൾ നീക്കി വെക്കുന്നു. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് ഇപ്പോൾ EPF PPF ഒക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏർലീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ റിസ്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ EPFഉം PPF ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഏർലി 25 അല്ലെങ്കിൽ 20s ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതായത് നമുക്ക് ഒരുപാട് നല്ല റിട്ടേൺസ് കിട്ടും. നമ്മൾ ഒരുപാട് കാലത്തേക്കായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള മെച്ചം നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ എടുക്കുന്ന റിസ്കിനുള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അവസാനത്തെ ആളെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മടിച്ചിരിക്കുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ നമ്മൾ ഒരുപാട് ഉയർത്താൻ സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ, ഒരുപാട് സ്കില്ലുകളുണ്ട്. നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി കൂടുതൽ പ്രയത്നിക്കുക. നമ്മൾ ചിലപ്പോൾ ഒരു ജോലി കിട്ടിയൊന്ന് സെറ്റിലായി അങ്ങനെ ആയിരിക്കും നമ്മളിരിക്കുക. അത് ചെയ്യാതെ നമ്മൾ കുറച്ചുകൂടെ ഭാവിയിലേക്ക് വേണ്ടി നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താണ് സോഷ്യൽ സ്കിൽസ്, നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ഭാവിയിലേക്ക്. സോ ഈ 5 കാര്യങ്ങളായിരിക്കും നമ്മുടെ 20s നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്ക്. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്തത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. മൂന്നാമത്തെന്ന് പറയുന്ന അനാവശ്യമായിട്ടുള്ള ലോൺ എടുക്കൽ, അതായത് ടേക്കിംഗ് ബാഡ് ഡെറ്റ്സ്. നാലാമത്തെന്ന് പറയുന്നത് നോട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ 20s ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. സോ 20s തന്നെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അഞ്ചാമത്തെന്ന് പറയുന്നത് നോട്ട് അപ്സ്കില്ലിംഗ്. നമ്മൾ കൂടുതലായിട്ട് അപ്സ്കിൽ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഫഷണലി
പ്രൊഫഷണലി ആണെങ്കിലും ഇപ്പോൾ പേഴ്സണലി ആണെങ്കിലും നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു 40s അല്ലെങ്കിൽ ആ ഒരു ഏജ് എത്തുന്ന സമയത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ നമ്മളെ താങ്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇത്രയും മെച്ചപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ എവ്രിവൺ, സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.